ഞാൻ എൻ്റെ മാഗസിനിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ എഴുതുമായിരുന്നു. എത്രയോ വധഭീഷണി വന്നിരിക്കുന്നു. ഈവൻ എനിക്ക് മാതാ അമൃതാനന്ദമായി നടത്തിയെന്ന് പോലും എനിക്ക് വധഭീഷണി വന്നു. പുതിയ വണ്ടി എടുക്കണോ, ഇത്ര ഇൻഷുറൻസ് അടയ്ക്കണോ, ഇത്രയും പൈസ ആദ്യം കൊടുക്കണോ, അല്ല യൂസ്ഡ് വണ്ടി എടുക്കണോ? ട്രാഫിക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ അപകടം അധികം ഉണ്ടാകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആയുസെത്തിയാൽ പിന്നെ എത്ര കാര്യമില്ല. ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം ഒരു പെർഫെക്റ്റ് കാർ എന്തായിരിക്കാം? ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഭയങ്കര അപകടമാണ്. അതൊക്കെ ശരിക്കും നല്ല ട്രാഫിക് ഡിസിപ്ലിൻ ഉള്ള സ്ഥലങ്ങളിലേ പറ്റൂ. നമ്മുടെ അടുത്ത ജനറേഷൻ കുറച്ചുകൂടെ ഈ ജനറേഷൻ മോശം സെൻസില്ല ഉള്ള കാര്യം പറയുമല്ലോ. എവിടെയുള്ളത് ബൈക്ക് ഓടിച്ചു പോകുന്ന പയ്യന്മാർക്ക് സെൻസ് ഉണ്ടോ? ഇല്ല. ഞാൻ ഈ അടുത്ത കാലത്തൊരു വീഡിയോ കാണിക്കുന്നുണ്ട്. MLA യുടെ വണ്ടി റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നു പാലക്കാട്. ഞാനത് കൂടെ ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കാണിച്ചു. MLA യുടെ വണ്ടിയാണ്. ഞാൻ ഹോൺ അടിച്ചൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആരും മൈൻഡ് ചെയ്യുന്നില്ല. ലോകം അതുപോലെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും പല രാഷ്ട്രീയക്കാരോടും നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പിനോട്. ശരി, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹോണി ചവിട്ടി പിടിച്ച് വണ്ടി ഓടിക്കുന്നത്? ഞാനിങ്ങനെ ബാക്കിൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവരിറങ്ങിയിട്ട് യോഗ കിസ്മേക്കാ നീ ചോദിച്ചു, ഇറങ്ങി വന്നിട്ട് ചോദിച്ചു. ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. ചേട്ടാ, സന്തോഷം കണ്ടതിൽ. സന്തോഷം. നമ്മൾ നേരത്തെ കാണാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഇരുന്നൊരു സംസാരം സാധാരണ കട്ടൻ കാപ്പിയെ കുടിച്ച് എവിടെ നിൽക്കുന്ന സമയത്ത് അതെ അതാണ് കാണുന്നത്. പലപ്പോഴും യാദൃശികമാണ്. തുടക്കത്തിൽ ഞാൻ ചോദിക്കാനുള്ളത്, ആരും അധികം വെഞ്ചർ ചെയ്യാത്തൊരു മേഖലയായിരുന്നു ഓട്ടോ ജേർണലിസം. അല്ലെങ്കിൽ ഓട്ടോമൊബൈലിനെ കുറിച്ച് വല്ലപ്പോഴും സെക്ഷൻ വരും എന്നല്ലാതെ വാഹനങ്ങളെക്കുറിച്ച് വലിയൊരു ആൾക്കാർ ജേർണലിസം അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ആരും അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത സമയത്ത് ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഓട്ടോമൊബൈൽ ജേർണലിസം എന്നൊരു സാധനം ഇല്ലല്ലോ. അന്നും ഇല്ല ഇന്നും ഇല്ല. കാരണം നമ്മൾ ജേർണലിസം പഠിക്കുന്നു, ജേർണലിസ്റ്റ് ആകുന്നു, എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇന്ന് കോടതിയിൽ പോകാൻ ആളില്ല, നീ അങ്ങോട്ട് പോകുന്നു പറഞ്ഞാൽ ലീഗൽ ജേർണലിസ്റ്റായി. അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ ഈ ഓട്ടോമൊബൈൽ ജേർണലിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ ഈ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തത് 94-ൽ ജോയിൻ ചെയ്യുന്നു. ആ സമയത്തൊന്നും ഇന്ത്യയിലെ വണ്ടികൾ അറിയാമല്ലോ, വല്ലപ്പോഴും ഒരിക്കലും ഒരു വണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരും ഇതിനെപ്പറ്റിയൊന്നും ബോധമല്ല. ഒന്നുകിൽ അംബാസഡർ വാങ്ങിക്കുക, അല്ലെങ്കിൽ മാരുതി വാങ്ങിക്കുക എന്നല്ല, മറ്റൊന്നുമില്ല. പ്രീമിയർ പത്മിനി അതൊക്കെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കോളത്തിന് പോലും സാധ്യതയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാതൃഭൂമി എന്തോ അങ്ങനെ വിചാരിച്ചൊരു ഓട്ടോമൊബൈൽ കോളം തുടങ്ങണം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും ആകെ എനിക്ക് 1-2 മാഗസിൻസിലോ ഒക്കെ അല്ല 1-2 പത്രങ്ങളിലെ കോളം ഉണ്ടാവുള്ളൂ. ഒരു മാഗസിൻ പോലും അന്നില്ല, ഒന്നുമില്ലാത്തൊരു കാലം. അല്ലെങ്കിൽ ഒരു മാഗസിൻ ഉണ്ടെന്ന് തോന്നുന്നു, ഓട്ടോ ഇന്ത്യ എന്നിട്ട് ഏതോ പറഞ്ഞോ, അതൊന്നും ഇങ്ങോട്ടൊന്നും വരാറുമില്ല. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് എൻ്റെ ചാനലുകളിൽ TV പ്രോഗ്രാമിലൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ തുടങ്ങാൻ ആലോചിച്ചു. എഡിറ്റർ എല്ലായിടത്തേക്കും കമ്പി സന്ദേശം അയച്ചു, ആരാണ് ചെയ്യുന്നത്? അപ്പം ആരും ഏറ്റെടുക്കുന്നില്ല, കാരണം ആർക്കും ഒരു ധാരണ ഇതിനെപ്പറ്റിയില്ല. അതെങ്ങനെ തട്ടി അപ്പം ഞാൻ അന്ന് കോട്ടയത്ത് വർക്ക് ചെയ്യണം. കോട്ടയത്ത് അന്ന് TR രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി എഡിറ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എഴുതുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ മറ്റൊരു കാര്യമില്ല, ഞാൻ ബൈക്കും കാറും ഓടിച്ച് ജോലിക്ക് വരാറുണ്ട്, അത് മാത്രമല്ല അതിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ എഴുതുന്നു, നീ എഴുതി നോക്ക് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചെന്നാൽ പിന്നെ എഴുതി നോക്കിയാലോ. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം നമ്മളൊരു ഓട്ടോമൊബൈൽ കോളം തുടങ്ങുന്നത്. തുടങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം വളരെ ഡ്രൈ സബ്ജക്റ്റ് അത്. അതെ, തന്നെ എല്ലാ വണ്ടികളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളിതൊന്ന് വായിപ്പിച്ചെടുക്കണം, കുറച്ച് സ്പൈസി ആക്കണമെന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ കുറച്ച് സ്പൈസി ആക്കിയപ്പോഴത്തേക്കും നല്ല റീഡർഷിപ്പായി അതിന്. കാരണം വണ്ടിയുണ്ട്, അതിൻ്റെ കൂടെ സാഹിത്യവും സിനിമയും എല്ലാം കൂടെ. ഞാനിപ്പം യൂട്യൂബിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി തന്നെ, തമാശേൻ്റെ രാഷ്ട്രീയം എല്ലാം വരുമായിരുന്നു. അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തു. ഭാഷ മറ്റൊരു പ്രശ്നം. ഭാഷ എന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് ഓട്ടോമൊബൈൽ ടേംസ് മുഴുവൻ. നമ്മൾ ഈ മലയാളത്തിൽ എഴുതുമ്പോൾ ഈ ഓട്ടോമൊബൈൽ ടേംസ് ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ ഈ പൊങ്ങി നിൽക്കും. അതുകൊണ്ട് കാരണം അതിനുവേണ്ടി നമ്മൾ മലയാള ഭാഷ, ചില ഓട്ടോമൊബൈൽ ഭാഷ സൃഷ്ടിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ സംഭവം തുടങ്ങി വെച്ചത്. അപ്പോൾ ആ തുടങ്ങി വെച്ച് നല്ല ഹിറ്റായപ്പോഴത്തേക്കും അത് ഫസ്റ്റ് ഒരു കോളമായിരുന്നു, പിന്നെ അത് 2 കോളമാക്കി. ഓട്ടോമൊബൈൽ രംഗത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരു കോളം തുടങ്ങി. അങ്ങനെ 2 കോളമാണ് ഏറ്റവും ഹിറ്റായിട്ട് പോകുമായിരുന്നു. അതാണ് ഒരു തുടക്കം. അപ്പോൾ അതിനുശേഷം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ നന്നായിട്ട് വണ്ടികൾ ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ആരും ശ്രദ്ധിക്കാത്ത പഴയ ചില വണ്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്കൊരു അഭിരുചി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ 12 വയസ്സിൽ തന്നെ, അതാരും അനുകരിക്കരുത്, 12 വയസ്സിൽ തന്നെ ബൈക്കും കാറും ഒക്കെ ഓടിക്കുമായിരുന്നു. വീട്ടിൽ അച്ഛനധികം അതൊന്നും തൊടാത്തതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പോഷർ ആ കാര്യത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അല്ലാതെ ഇപ്പം ഞാനത് ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് ആകണമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുമില്ല. ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം പണ്ടേ ഞാൻ തീരുമാനിച്ചിരുന്നല്ലാതെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിയത് ഈ ഒരു വഴിയാണ്. ഇപ്പോൾ എഴുത്തിൻ്റെ ആയാലും ശരി, പ്രസൻറ്റേഷൻ്റെ ശരി, താങ്കളൊരു രീതി ഒരു സർക്കാസം കലർത്തിയുള്ള രീതിയിലേക്കാണ് പിന്നെ കലർന്നത്. ജനറൽ ഇപ്പോഴുള്ള വാർത്തകളോട് കണക്ട് ചെയ്ത കുറേ സാധനങ്ങളിലേക്കാണ്, ഇപ്പോഴുള്ള മീംസിലേക്ക് കണക്ട് ചെയ്ത കുറേ സാധനങ്ങളായിട്ടാണ് ഇപ്പോഴുള്ള പ്രസൻറ്റേഷൻസ് വരുന്നത്.
ഒരു ജനറേഷൻ ഷിഫ്റ്റിനും കൂടെ ഈ കണ്ടന്റ് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു മാറ്റം വരുത്തിയത്? അല്ല, അത് വളരെ വൈകി എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം ഞാൻ പണ്ട് എഴുതുമ്പോഴേ ഇത് തന്നെയാണ്. അത് ശരിയാണ്. ഞാൻ അത് മാതൃഭൂമിയിൽ എഴുതുമ്പോൾ നമുക്കൊരു ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയം, ഒരു പരിധിക്കപ്പുറത്തേക്ക് രാഷ്ട്രീയം എഴുതാൻ പറ്റില്ല. പക്ഷേ ഞാൻ 2004 തന്നെ ഞാൻ അതൊക്കെ വിട്ട് സ്വന്തം മാഗസിൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എൻ്റെ മാഗസിനിൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ എഴുതുമായിരുന്നു. എത്രയോ വധഭീഷണി വന്നിരിക്കുന്നു. ഈവൻ എനിക്ക് മാതാ അമൃതാനന്ദമായി നടത്തിയെന്ന് പോലും എനിക്ക് വധഭീഷണി വന്നു. കാരണം അമൃതാനന്ദമായി ബെൻസിൽ സഞ്ചരിക്കുന്ന കളിയാക്കി ഞാൻ ദൈവങ്ങൾ ബെൻസിൽ സഞ്ചരിക്കുമ്പോൾ സാധനം എഴുതി. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര മന്ത്രി ജി കാർത്തികേയൻ ഇതുവഴി കൊച്ചി നഗരത്തിൽ കൂടെ ഏറ്റവും തിരക്കുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടികൾ ബഹളം ഉണ്ടാക്കി പോയതിനെ പറ്റി ഭയങ്കര മോശം രീതിയിലൊക്കെയാണ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ടേ കഴിഞ്ഞതാണ്. ഇപ്പോൾ എല്ലാവരും വിചാരം നമ്മൾ ഇപ്പോഴാണ് ഇതൊക്കെ. അല്ല, ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ പ്രോഗ്രാം ഞാൻ ടി വിയിൽ ചെയ്യുന്നത്, ഇന്ത്യ വിഷനിൽ ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരു പരിധിക്ക് പുറത്തേക്ക് രാഷ്ട്രീയമൊന്നും പറ്റില്ല. പിന്നെ ഏഷ്യാനെറ്റ് വന്നപ്പോഴും അത് പറ്റില്ല. അപ്പം ഇപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് എൻ്റെ യൂട്യൂബ് വഴിയും അതിനും മറ്റേ മാഗസിൻ ആയിരുന്നപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു വിഷ്വൽ ഫോം തന്നെയാണിത്. അത്രേ ഉള്ളൂ. കാരണം വണ്ടിക്ക് താങ്കൾക്കൊരു ബ്രാൻഡ് ഇമേജ് ഉണ്ട്, ഒരു മാനുഫാക്ചറിന് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. പലപ്പോഴും നമുക്ക് നുണ പറയാനും പറ്റില്ല, പക്ഷെ സത്യവും പറയാൻ പറ്റില്ല. ഈ ഒരു ബാലൻസ് എങ്ങനെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യുക? അല്ല, ആ ഒരു ബാലൻസ് ഞാൻ കീപ്പ് ചെയ്യാനില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ കാരണം എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലായതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് മാഗസിൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പരസ്യമില്ലാതെ ഓടിക്കാൻ പറ്റില്ല. അല്ല, പക്ഷേ നിങ്ങൾക്ക് ബ്രാൻഡുകളായിട്ട് ബന്ധം വേണ്ടേ? അതുകൊണ്ട് അല്ല, അതിപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവരൊന്നും ഈ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നല്ലോ ബൈജു മോശമായിട്ട് പറഞ്ഞു അല്ലേ എന്നാൽ ഇനി അവനെ അടുപ്പിക്കണം എന്നൊന്നും വിചാരിക്കുന്ന ബ്രാൻഡുകളൊന്നുമല്ല. കാരണം പലരും ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഓട്ടോമൊബൈൽ യൂട്യൂബ് ചാനലൊക്കെ കുറ്റം പറയാറുണ്ട്. ഈവൻ തംബ്നെയിലിൽ പോലും ഇഷ്ടം പോലെ കുറ്റമൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ പഠിച്ചൊരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, കൊല്ലരുത്, വളയ്ക്കാം, ഓടിക്കേണ്ടെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലേക്കാനുണ്ടാവും. അതിപ്പം ഇത്രയും വർഷങ്ങൾ, എത്രയോ 10,200 കോടി രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു വണ്ടി, എത്രയോ ആൾക്കാരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അതിനെ പിറ്റേ ദിവസം തന്നെ നശിപ്പിച്ച് കൊല്ലണ്ട എന്ന് വിചാരിക്കാറുണ്ടല്ലോ. എങ്കിൽ പോലും വരികൾക്കിടയിൽ മനസ്സിലാകും സംഭവം ഇതാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം. ചേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ എന്നൊക്കെ കമൻറ്റ് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയോട് പിടിച്ചില്ലെന്നാണ്. കാരണം ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സിനിമ റിവ്യൂയുടെ കാര്യം പറയാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഓട്ടോമൊബൈൽ റിവ്യൂ, ഇപ്പോൾ റിവ്യൂ ഉണ്ട്. ഇപ്പം പണ്ട് ഒരു വാഹനം ഇറങ്ങിയാൽ അതിൻ്റെ കഥ പറച്ചിലായിരുന്നു. വാഹനത്തിൽ ഇത്രയും ഇതുണ്ട്, മറ്റേ ഇതുണ്ട്, ഇത് മറിച്ചുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇതൊന്നും വേണ്ട, എല്ലാവർക്കും അത് അറിയാം. കാരണം പല മീഡിയം ഉണ്ട് അവർക്ക്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ പറഞ്ഞ സിനിമ റിവ്യൂവും ഓട്ടോ റിവ്യൂവും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, വ്യത്യാസമില്ല. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ആ സിനിമ ഇന്ന് ഇറങ്ങിയുള്ളൂ, ഇന്ന് തന്നെ അതിനെ കൊന്നു കളഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ പല റിവ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടികളുടെ കാര്യത്തിൽ അത്രയും മോശം വണ്ടികളില്ല. ഇപ്പോൾ സിനിമ ഇഷ്ടംപോലെ മോശം സിനിമ വരുന്നുണ്ട്, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കും, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടികളൊക്കെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും അഡാസ് ഫീച്ചേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. ഇപ്പം നമുക്ക് ആകെ പറയാവുന്നത്, ഇപ്പം കഴിഞ്ഞ ജനറേഷനിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന എഞ്ചിനേക്കാളും കുറച്ചുകൂടി ലാഗ് വന്നു, അല്ലെങ്കിൽ 3 സിലിണ്ടർ ആക്കി എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ്, വണ്ടി തീരെ മോശം വണ്ടികളൊന്നും ഇപ്പം അങ്ങനെ വരുന്നില്ല, ജനം അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ. പിന്നെ ഞാൻ വേറൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആകെ വളരെ കുറച്ച് പേര് ചെയ്യുന്നുള്ളൂ. മെയിൻ സ്ട്രീം ഏറ്റവും മുന്നിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സ് പലരും ചെയ്യാത്ത കാര്യമാണ് ഈ വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഞാനായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം വണ്ടിക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നു, പൈസ കിട്ടുന്നില്ല, അതുപോലെ വണ്ടി കത്തിപ്പോയി, അവർ ഓട്ടോമൊബൈൽ കമ്പനി മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ടാറ്റ, സ്കോഡ അങ്ങനെയുള്ള വമ്പൻ ബ്രാൻഡുകളെ പറ്റി പച്ചയ്ക്കാണ് നമ്മളെ വീഡിയോ ഒക്കെ ചെയ്തത്. കാരണം അത് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്താണ് അതിൻ്റെ എന്താണ് ശരി എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ചെയ്യുന്ന. അതാരും ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഈ ഓട്ടോമൊബൈൽ ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിന് എപ്പോഴും ഈ നേരത്തെ അനീഷ് പറഞ്ഞായിരുന്നു തന്നെ, ഓട്ടോമൊബൈൽ കമ്പനിയോട് പിണങ്ങിയാലോ, എന്നെ ഇനി മീഡിയ ഡ്രൈവിനൊക്കെ വിളിക്കാതിരുന്നാലോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. എനിക്ക് അത്രയും പേടിയൊന്നുമില്ല. കാരണം നമ്മൾ ഏതായാലും ഇത്രയും വർഷം ഇതൊക്കെ ചെയ്യുന്നു, ഇനി കുറച്ചൊക്കെ ജനപക്ഷം വേണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് എന്തായാലും കുറേ പേർക്കൊക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പക്ഷേ താങ്കൾ ഈ ഇടപെടുമ്പോൾ തന്നെ പല കമൻസിനും കാണാം, താങ്കൾ ഒരു പക്ഷപാതം പിടിക്കുകയാണ്, മറ്റേ ആൾ വണ്ടി തരാത്തതുകൊണ്ട് അതിനെതിരെ എഴുതുകയാണ്, അല്ലെങ്കിൽ അവർ താങ്കൾ അതുപോലെ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അതിനെതിരെ എഴുതുകയാണെന്നൊക്കെ ഒരുപാട് കമൻറ്റുകളിൽ തന്നെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചേട്ടൻ പൈസ വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മളിപ്പോൾ ആരും പൈസ ഒന്നും തരുന്നില്ല ഇതിന്. 5 പൈസ പോലും ഒരു ഓട്ടോമൊബൈൽ കമ്പനി എൻ്റെ തന്നിട്ട് നന്നായിട്ട് എഴുതുമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 98 തൊട്ട് എഴുതുന്നതാണ്, അതിനുശേഷം ചാനൽ ചെയ്യുന്നു, ഇപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ്. 1 രൂപ പോലും ഒരു ഓട്ടോമൊബൈൽ കമ്പനി എനിക്ക് ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല, ഒട്ടും അങ്ങനത്തെ ഒരു പതിവൊന്നുമില്ല. ഇതൊക്കെ ജനത്തിൻ്റെ വെറും വിശ്വാസമാണ്, അന്ധവിശ്വാസം. അങ്ങനെ ഒരിക്കലും ഓഫറൊന്നും ചെയ്യില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരികേ ഉള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എനിക്കൊരു വണ്ടി തന്നിട്ട്, ഇവിടുത്തെ ഒരു വളരെ പ്രശസ്തമായൊരു വണ്ടി, പ്രശസ്തമായ ഓട്ടോമൊബൈൽ കമ്പനിയുടെ റീജിയണൽ ഓഫീസിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞു, പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാം
ഒന്നും നെഗറ്റീവ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ചോദ്യം ഇന്ന് ചോദിച്ചതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞില്ല, കാരണം ഇത് ഇന്നലെ ആയിരുന്നു ഞാൻ നെഗറ്റീവ് പറഞ്ഞത്, കാരണം ഷൂട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ആ ബന്ധമുള്ളതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ലാതെ പിണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ചേട്ടാ അത് ഭയങ്കര മോശമായിപ്പെട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് കച്ചവടം ഭയങ്കരമായിട്ട് എന്നൊക്കെ പറയുന്ന അവരുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അത് പറയുമെന്നല്ലാതെ ആരും അല്ലാതെ ഒന്നും ഒരു പൈസയും തരാറില്ലൊന്നുമില്ല. പിന്നെ ഈ ഓട്ടോമൊബൈൽ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് ലാളിക്കപ്പെടുന്നവരാണ്. ഇപ്പം നമ്മളിപ്പം അനീഷ് അറിയാലോ, നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു, ഗിഫ്റ്റ് തരുന്നു, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ നെഗറ്റീവ് പറയുന്നത് അല്ലേ. അപ്പം ഇത് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ അടുത്ത തവണ എന്നൊന്നും നമ്മൾ ചിന്തിക്കാറൊന്നുമില്ല. അവരുടെ കൂടെ ആവശ്യമല്ലേ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ 25 ലക്ഷത്തോളം പേര് സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ട്. ഈ 25 ലക്ഷത്തിൽ 20 ലക്ഷം പേരെങ്കിലും വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളങ്ങനെ ഒഴിവാക്കാൻ പറ്റിയാലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ഓട്ടോ ജേർണലിസം ഒരു നീഷ് ആൾക്കാരായിരുന്നു, ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും കൂടെ. ഈ ഒരു ജേർണലിസം അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ ഒരു വാസ്തവം പറച്ചിലിനെ ഈ ഇൻഫ്ലുവൻസിങ് എന്നുള്ള പരിപാടി ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനതല്ലേ പറഞ്ഞത്, മലയാളത്തിൽ നോക്കിയോ ഞാനല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ഓട്ടോമൊബൈൽ കമ്പനിയെ കുറ്റം പറയുന്നുണ്ടോ? ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, എനിക്കൊരു ജേർണലിസ്റ്റിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ താങ്കൾ സെറ്റിൽ ആയതുകൊണ്ടായിരിക്കില്ലേ? സെറ്റിലെന്ന് പറയാൻ പറ്റില്ല. ഞാനതല്ലേ പറഞ്ഞു, ഞാൻ മാതൃഭൂമി കോളം ചെയ്യുമ്പം എൻഫീൽഡിൻ്റെ ഒരു ടെസ്റ്റ് റൈഡ് സ്റ്റോറിയിൽ ഞാൻ ഒരു കുറ്റം പറഞ്ഞിട്ട് മാതൃഭൂമിക്ക് പരസ്യം ഡിനൈ ചെയ്തിട്ടുണ്ട് എൻഫീൽഡ്. അന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ആ കാലത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡാഡ്സൺ പണ്ട് മാതൃഭൂമിയോട് പിണങ്ങിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അത് പക്ഷേ കുറച്ചുകൂടി ഓപ്പണായിട്ട് ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങി അല്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങിയെന്നേ ഉള്ളൂ, നമ്മുടെ സ്വന്തം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട്. അതല്ലാതെ നമുക്ക് അങ്ങനത്തെ പേടികളും അത്തരം പ്രശ്നങ്ങളും ഒന്നുമില്ല. അല്ല, അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും അവർക്കൊരു എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ വരുന്ന പയ്യന്മാരാണല്ലോ. പണ്ടൊക്കെ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ്, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഏറ്റവും ആദ്യം മാരുതി സ്വിഫ്റ്റ് വന്ന സമയത്ത് പോലും ആകെ 10 പേരാണ് നമ്മളെ മീഡിയ ഡ്രൈവിനുള്ളത്. 10 ദിവസം ഒരു ദിവസത്തെ പരിപാടി നമ്മൾ വളരെ സന്തോഷമായിട്ട് അന്ന് നമുക്ക് ഇവിടുന്ന് ബിസിനസ് ക്ലാസ്സൊക്കെയാണ് ഫ്ലൈറ്റൊക്കെ തരുന്നത്. ഇപ്പോൾ 150-200 പേരൊക്കെയാണ് ഒരു ഡ്രൈവിനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ പലർക്കും യാതൊരു ട്രെയിനിങ്ങും ഇല്ല, ഒന്നുമില്ല, അവർ തോന്നുന്ന പോലെ പറയുന്നു. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് ആൾക്കാർ വണ്ടി വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോൾ അവരുടെ ഒരു സ്റ്റോറിയൊക്കെ കണ്ടിങ്ങനെ തിരിച്ചു പോകുമെന്നല്ലാതെ ഒരിക്കലും ഗൗരവമായിട്ടൊരു വണ്ടി വാങ്ങിക്കണമെങ്കിൽ അവർ സീരിയസ് ആയിട്ടുള്ള യൂട്യൂബൊക്കെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഒരു പ്രസക്തി ഇപ്പോഴും നിൽക്കുന്നത്. ഇത്ര വർഷം ചെയ്തു വന്നതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ. അതെ. ഇപ്പോൾ വണ്ടി മേടിക്കുന്ന കാര്യം പറയുമ്പോൾ ഇപ്പം എനിക്കൊരു വണ്ടി വാങ്ങണം, ആഗ്രഹങ്ങൾ വലുതാണ്, ഭയങ്കര വലിയ വണ്ടി വാങ്ങണം എന്നാണ്. പക്ഷെ എൻ്റെ സാമ്പത്തികം ഇത്രയാണ്. ഒരു മനുഷ്യൻ ഒരു വാഹനം വാങ്ങുമ്പോൾ എന്താണ് സാമ്പത്തികപരമായും അല്ലാതെയും നോക്കേണ്ട കാര്യങ്ങൾ? ഞാനെപ്പോഴും എല്ലാവരും ഉപദേശിക്കുന്ന കാര്യമാണ്, നമ്മൾ ഓരോരുത്തർ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പറയും, ചേട്ടാ ഒരു 3000-4000 രൂപ EMI അടച്ചാൽ സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വണ്ടി നോക്കുന്നവർ ഞാൻ പറയും, നിങ്ങൾ അതല്ല, അത് ബേസിക് ആയിട്ടുള്ള ഒരു ചിലവ്. അതിനുശേഷം എന്തൊക്കെ ചിലവ് വരും? നമ്മളിപ്പം ഗുരുവായൂർ പോകണം, 3 മാസമായിട്ട് പോകണമെന്ന് വെച്ചിരിക്കുക, വണ്ടി വന്നു അതിന് പോകാം എന്ന് പറഞ്ഞ് പോകില്ലേ, ചിലവായോ? അത് ചിലവ്. പിന്നെ നമുക്ക് മൂന്നാറിൽ പോകാം, സൺഡേ അല്ലേ. ഇങ്ങനെ ഇത് നമ്മളൊരു വണ്ടിക്ക് ഒരു 10,000 രൂപ EMI അടയ്ക്കുന്നെങ്കിൽ 20,000 രൂപ എക്സ്ട്രാ നമ്മൾ ആ വണ്ടിയിൽ ചിലവാക്കുന്നുണ്ട് നമ്മുടെ യാത്രകൾക്ക് മറ്റുമായിട്ട്. അല്ല പിന്നെ അതുപോലെ അളവൻ്റെ ഞാൻ ഓടിക്കുന്നില്ല, അവിടെ കിടക്കട്ടെ, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി മാത്രം വാങ്ങിച്ചു എന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെല്ലാം ചിലവതിൻ്റെ വരും. പിന്നെ ഇൻഷുറൻസ് നോക്കും. ഇപ്പോഴത്തെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ മാസം ഇപ്പം ഒരു 20,000 രൂപയൊക്കെ ആകുന്നുണ്ട് വണ്ടികൾക്ക് ഇൻഷുറൻസ് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ 3,000 രൂപ EMIയുടെ കൂടെ 1,500 രൂപ ഇൻഷുറൻസ് ഒരു മാസം കൂട്ടണം. വേണ്ടേ? പിന്നെ സർവീസ് നമ്മൾ ഒരു തവണ കൊടുക്കുമ്പോഴത്തേക്ക് 8,000 രൂപ എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ എക്സ്പെൻസിൽ അതും കൂട്ടണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വണ്ടി എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു നന്നായിട്ട് പോറ്റി വളർത്തേണ്ട ഒരു സാധനം തന്നെയാണ്. വെറുതെ ഒരു ബേസിക് കുറച്ച് പൈസ കയ്യിലുണ്ട്, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു, പിന്നെ EMI കൊടുത്തുകൊണ്ട് തീരുന്നില്ല. അത് നമ്മൾ വിടാതെ പിന്തുടരും ഇതിൻ്റെ ചിലവ്. അതുപോലെ വേറൊരു അവധി ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്നത്. അതുകൊണ്ട് ഞാനിപ്പം ഈ കാണുന്നവർക്ക് വേണ്ടി പറയാം, നമ്മൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഡീസൽ ബാനൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ബെൻസിൻ്റെ ഒക്കെ വണ്ടികൾ അടക്കം 7-8 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ഈ വണ്ടി എത്ര മെലിഞ്ഞാലും ആനയാണ് സാധനം അല്ലേ, ആനയ്ക്ക് ദിവസവും പട്ടം കൊടുത്താലേ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ സാധനത്തിനൊക്കെ വരുന്ന ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമായ കോസ്റ്റാണ് വരുന്നത്. അപ്പം വെറുതെ ഒന്നും കൊണ്ടുപോയി അങ്ങനെ ഉണ്ട് വണ്ടിയിൽ നിന്ന് കാണിക്കാൻ ചെന്നാൽ പോലും 1 ലക്ഷം രൂപയാവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പം നമ്മൾ 5-6 ലക്ഷം രൂപയ്ക്ക് ബെൻസ് എ ക്ലാസ്സും ഒക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. അതുപോലെ ഓടിയതുമായിരിക്കും അവിടെ. നമ്മളെ കിട്ടുമ്പോഴായിരിക്കും ക്ലച്ച് ഡിസ്ക് പണി. അതോടുകൂടി എവിടെ ചെന്ന് അവസാനിക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വണ്ടിക്കൊക്കെ ഞാൻ ദുബായിൽ നിന്നൊക്കെ പാർട്സ് വരുത്തുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് നമുക്ക് അടുക്കാൻ പറ്റില്ല പാർട്സിനൊന്നും. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്നോവ പോലുള്ള വണ്ടികൾ കുഴപ്പമില്ല, എങ്ങനെ ഓടിക്കോളും. പക്ഷേ പ്രീമിയം വണ്ടികൾ എങ്ങനെയൊക്കെ വില കുറച്ച് വാങ്ങിച്ചാലും പിന്നെയുള്ള മെയിൻ്റനൻസ് കോസ്റ്റും സ്പെയർ പാർട്സ് കോസ്റ്റും എല്ലാവരും ശ്രദ്ധിക്കണം. ആഗ്രഹം മാറി കിട്ടി. പോട്ടെ, ഇതൊരാഗ്രഹമാണ്. ഇപ്പോൾ പിന്നെ പലപ്പോഴുള്ള പലർക്കും ഉള്ള ഇത്
പുതിയ വണ്ടി എടുക്കണോ, ഇത്ര ഇൻഷുറൻസ് അടയ്ക്കണോ, ഇത്രയും പൈസ ആദ്യം കൊടുക്കണോ, അല്ല യൂസ്ഡ് വണ്ടി എടുക്കണോ? എങ്ങനെയാണ് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടത്? എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള വണ്ടികൾ എപ്പോഴും സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ ഒരു ബെൻസ് GLA ഉണ്ടായിരുന്നു. GLAക്ക് 56 ലക്ഷം രൂപ 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പുതിയ വണ്ടിക്ക് വിലയുള്ളപ്പം 9000 കിലോമീറ്റർ ഓടിയ 9 മാസം പഴക്കമുള്ള വണ്ടി ഞാൻ 38 വാങ്ങിച്ചത് സെക്കൻഡ് ഹാൻഡ്. അപ്പോൾ ഓടിയിട്ടില്ല അധികം. അത്ര ഓടിയിട്ടുള്ളൂ. 56-60 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് 8-9 മാസം മുമ്പ് അതിൻ്റെ ഫസ്റ്റ് ഓണർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വളരെ ലാവശ്യമായിട്ട് ഓടിച്ചു. ഞാൻ അവസാനം ഏതാണ്ട് വിലയ്ക്ക് വിൽക്കുകയും ചെയ്തു പിന്നീട്. അപ്പം അത് ശരിക്കും പുതിയത് വാങ്ങിച്ച് നമ്മൾ പുതിയ പ്രീമിയം വണ്ടി വാങ്ങിച്ച് വണ്ടിയുടെ ഷോറൂമിൻ്റെ ഗേറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 15 ലക്ഷം രൂപ ഡിപ്രിസിയേഷൻ ആയിക്കഴിഞ്ഞു. അപ്പം നല്ല വണ്ടികൾ ഇപ്പം മിക്കവാറും എല്ലാം പ്രീമിയം വണ്ടികൾ എല്ലാവരും സർവീസ് സെൻ്ററിലൊക്കെ സർവീസ് നന്നായിട്ട് കൊണ്ടു നടക്കുന്നതായിരിക്കും. അങ്ങനെയാണ് സെക്കൻഡ് ഹാൻഡിൽ പോകുന്നതാണ് കൂടുതൽ മെച്ചമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത വണ്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതുപോലെ പരിചയമുള്ള യൂസ്ഡ് ഷോറൂം അല്ലെങ്കിൽ പരിചയമുള്ളവരുടെ വണ്ടികളോ ഒക്കെ അല്ലെങ്കിൽ വളരെ കുറേ ഓടിയതും അതുമൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അത്തരം കാര്യങ്ങൾ. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ഒരു പ്രീമിയം അല്ലാത്ത വണ്ടികൾ പല സർവീസ് സെൻ്ററിൽ കൊടുക്കാറില്ല. അപ്പോൾ സർവീസ് റെക്കോർഡ്സ് ഒന്നും ഉണ്ടാകണമെന്നില്ല. അതൊക്കെ ഒരു ചിലവായിട്ട് വരാം. പിന്നെ നമ്മളെപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താലും നമ്മുടെ വക ഒരു ആദ്യത്തെ ഒരു പണിയുണ്ട്. അതിൻ്റെ ഒരു ചിലവ് കൂടെ മനസ്സിൽ കാണണം. ശരി. ഇപ്പോൾ ബൈക്ക് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ യൂസ് ചെയ്യും. ഒരു ദിവസം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ കാറ് വാങ്ങുമ്പോൾ അത് പലപ്പോഴും ഒരു ഡെഡ് അസറ്റായിട്ട് മാറും. അതൊരു വീണ്ടും വിചാരം ഇല്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളാണോ വാഹനം ഡെഡ് അസറ്റ് ആവുന്നത്? അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹം നേരത്തെ പറഞ്ഞില്ലേ, അതാണ് ഈ സാധനം. ഇപ്പം എനിക്ക് ബെൻസ് ഞാൻ എടുത്ത സമയത്ത് എനിക്ക് ബെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അല്ലാതെ വേറെ 2-3 വണ്ടിയൊക്കെ ഉള്ള സമയത്ത്. പക്ഷേ അതിൻ്റെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹം മാത്രമല്ല, നമുക്ക് സ്വയം വിശ്വസിപ്പിക്കാമല്ലോ നമ്മളാ. ഇതൊരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് ഈഗോ. അത് എല്ലാവർക്കും അല്ല കേട്ടോ. അല്ലാതെ ഇപ്പോൾ അത് വാങ്ങിക്കണമെന്ന് മറ്റേ പൈസ കൊണ്ട് ബെൻസ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മുടെ കാര്യത്തിൽ അതല്ല. എന്താ ഇപ്പം ഞാൻ രക്ഷോട്ടം തോന്നിയാൽ എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. രാത്രി കിടക്കുമ്പോഴൊക്കെ തോന്നുമല്ലോ ബെൻസ് വാങ്ങിച്ചാൽ മുറ്റത്ത് ബെൻസ് കിടപ്പുണ്ട് എന്നൊക്കെ തോന്നുന്ന ഒരു സാധനം, ഒരു സന്തോഷം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വണ്ടിയും ഓടിക്കാൻ കിട്ടുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ബെൻസ് വാങ്ങിക്കണമെന്നില്ല. പക്ഷേ അത് ഒരു സന്തോഷമായിരുന്നു ജീവിതത്തിൽ. അതേ ഉള്ളൂ പ്രധാനമായിട്ടും. പലരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഒരു ബെൻസ് വാങ്ങിക്കണം, ബെൻസ് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ ഇവർ BMW വാങ്ങിക്കുന്നതൊന്നും അല്ല. ഇപ്പോഴും ബെൻസ് എന്നുള്ള സാധനം പറയുന്നത് അത് അന്ന് തൊട്ടേ ഒരു പ്രീമിയം വണ്ടികളുടെ ഒരു സംഭവമാണല്ലോ ബെൻസ്. അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഡെഡ് അസറ്റ് ആണെന്ന് വെച്ചാൽ ഓടിച്ച് മുതലാക്കുക എന്നുള്ളതൊരു സംഭവമാണ്. പക്ഷേ ഓടിക്കുന്നതോറും സർവീസ് വരും. അങ്ങനെ ഒരു പ്രശ്നം 2 കാര്യങ്ങളുണ്ട്. 2 വണ്ടിയും ഇപ്പം അങ്ങനെയുള്ള ഒരു ബെൻസ് വാങ്ങിച്ച വണ്ടിയുടെ ഒരു വേറൊരു വണ്ടിയിൽ അധികം ഓടുക. ഇത് നമ്മൾ കല്യാണത്തിനും മരണത്തിനും നാട്ടുകാരെ കാണിക്കാനും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിലാണ് ഈ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു പ്രവേശനവും. ഇലക്ട്രിക് വണ്ടികൾ ഒരുപാട് റോഡിൽ ഇറങ്ങുന്നത്. ആദ്യം കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും പിന്നീട് പ്രീമിയം വണ്ടി വരെ ഇലക്ട്രിക്കായിട്ട് തുടങ്ങി. ഇപ്പം BMW ആയാലും ശരി, ഓഡിയോയിലും എല്ലാം ഇലക്ട്രിക്കിലേക്ക് കടക്കുകയാണ്. ഇത് ഇപ്പം നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡീസൽ പെട്രോൾ വണ്ടി CNG വണ്ടി അല്ലാതെ ഇതിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? ഈ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഓടുക എന്നുള്ളതാണ് മുതലാക്കിയെടുക്കാനുള്ള കാര്യം. കാരണം ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കോമറ്റ് എന്ന് പറയുന്നത് പഴയ ടാറ്റ നാനോയുടെ വലിപ്പമുള്ളെങ്കിലും 10.5 ലക്ഷം രൂപ വിലയുണ്ട് അതിന്. ശരി. മറ്റേ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഓട്ടോമാറ്റിക് ഒരു പെട്രോൾ വണ്ടി വാങ്ങിക്കാവുന്ന പൈസയാണ്. എന്നിട്ട് നമ്മളത് വാങ്ങിക്കുന്നത് നമുക്കത് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ സ്പേസ് കുറവാണെങ്കിൽ എവിടെയും കയറ്റിയിടും. പിന്നെ സിറ്റിയിൽ ഓടിച്ചുകൊണ്ടൊക്കെ നല്ല സുഖമാണ്. അതിലൊക്കെ ഉപരി സിറ്റിയിലാണ് നമുക്ക് ഏത് വണ്ടി ഓടിച്ചാലും മൈലേജ് കിട്ടാത്തത്. ഇതിൻ്റെ കാര്യത്തിൽ 200 കിലോമീറ്റർ ചാർജ് ചെയ്താൽ കിട്ടുന്നുണ്ട്. വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ചിലവില്ല. നമ്മൾ ഇതല്ലാതെ സിറ്റിയിൽ ഓടിക്കാൻ നമുക്ക് തോന്നാത്ത അവസ്ഥയായി. അത്രയും കുഞ്ഞു വണ്ടി കൊച്ചി സിറ്റിക്ക് പറ്റും. ഈ രീതിയിൽ ഇപ്പം ബാംഗ്ലൂർ സ്ഥിരമായിട്ട് ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു 500-600 കിലോമീറ്റർ റേഞ്ചുള്ള ഇലക്ട്രിക് വണ്ടി എടുത്താൽ തീർച്ചയായിട്ടും പുള്ളിക്ക് അത് ഓടിച്ച് മുതലാക്കാൻ പറ്റും. അങ്ങനെയല്ലാതെ വല്ലപ്പോഴും ഒരു ഓട്ടോ ഓടുന്ന ആൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സെക്കൻഡ് വണ്ടിയായിട്ട് ആയിരിക്കും ഈ ഇലക്ട്രിക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു വെറുതെ വീട്ടിൽ വാങ്ങിച്ചിടേണ്ട ഒരു സാധനമല്ല. പിന്നെ വീട്ടിലെ സോളാർ കൂടെ ഒരു ആവശ്യമാണ്. കാരണം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കാര്യം എപ്പോൾ വേണേലും താരിഫ് കൂട്ടാം. ഇപ്പം തന്നെ സോളാറിൻ്റെ താരിഫ് കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞു. ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മാത്രം EV വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴും ഉണ്ട് ടാക്സ്. സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിനും അതിൻ്റെ പുറത്ത് താരിഫ് വരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളിവിടെ നേരിടുന്നത്, വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്കിൽ പോലും സോളാർ വെച്ച് ഇലക്ട്രിക് വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് മാസം ഇപ്പോൾ എങ്ങനെ പോയാലും ഞാൻ നോക്കി 25,000 ലാഭമുണ്ട് പെട്രോൾ വണ്ടി ഓടിച്ചിരുന്നതിനേക്കാളും. കാരണം ഞാൻ അധികം സിറ്റിയിൽ ഓടുന്ന ആളായതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയും ഭയങ്കര ലാഭത്തിലുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാറ്ററി വണ്ടിയുടെയൊക്കെ ഒരു എവല്യൂഷൻ എവിടം വരെ എത്തിക്കാണ്?
ബാറ്ററികളിലാണ് വല്യൂഷൻ നടക്കുന്നത്. ബാറ്ററികൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ. ഇലക്ട്രിക് വണ്ടികൾ എന്ന് വെച്ചാൽ 2-3 കൺസേൺസ് ആണ്. ഒന്ന്, പെട്ടെന്ന് ചാർജ് ആകണം. 2, നല്ല റേഞ്ച് കിട്ടണം. 3, ബാറ്ററി ലൈഫ് കിട്ടണം. ഈ 3 കാര്യമല്ല. അപ്പം ബാറ്ററി ലൈഫും കൂടുതൽ റേഞ്ചും ഉള്ള ബാറ്ററീസാണ് ഇപ്പം പല കമ്പനികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഫ്ലൈറ്റ് വെച്ചൊരാളെ പരിചയപ്പെട്ടു. ഫിൻലൻഡിൽ ഒരു മലയാളിയാണ്. ഫിൻലൻഡിൽ ബാറ്ററിയുടെ ഒരു കമ്പനി ജോലി ചെയ്യുന്ന മലയാളിയാണ്. പുള്ളി പറയുന്ന അവിടെ കാണുന്ന പരീക്ഷണങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകും. പുള്ളി പറയുന്ന 1800 കിലോമീറ്റർ റേഞ്ചുള്ള ബാറ്ററികളും മോട്ടറുകളും വരെ അവർ ഡെവലപ്മെൻ്റ് സ്റ്റേജിലുണ്ട്. എന്ന് പറയുമ്പോൾ വമ്പൻ വിപ്ലവത്തിലേക്ക് പോകുന്നത്. 5 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആവുകയും 1000 കിലോമീറ്റർ ഓടുകയും ചെയ്താൽ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി നോക്കുമോ? അപ്പോൾ ഈ ഫോസിൽ ഫ്യൂലൊക്കെ അടി പോവോ? അത് പണ്ട് തൊട്ടേ എനിക്ക് തോന്നുന്നു അത്തരം രാജ്യങ്ങളല്ലേ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നത്. ഈ പെട്രോൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ചവിട്ടി പിടിച്ചുകൊണ്ടിരുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ട് ഇലക്ട്രിക് വിപ്ലവം വരണ്ടല്ലോ. കാരണം 1900 പോലും ഇലക്ട്രിക് വണ്ടി US എന്നിട്ട് ഇത്രയും കാലം ചവിട്ടി പിടിച്ചെങ്കിൽ അത് ഇവരുടെ ഒരു പ്രഷർ ആയിരിക്കാം. പിന്നെ വേറെ പരീക്ഷണങ്ങളില്ല. ഇപ്പം അമോണിയത്തിലോടുന്ന ഹൈഡ്രജൻ വന്നു. അങ്ങനെ എന്തൊക്കെയാണ് വരാൻ പോകുന്ന ഒരു പിടിയില്ല. തന്നെ ഒന്ന് ആലോചിക്കും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വന്ന മാറ്റം. പണ്ടൊക്കെ നമ്മളൊരു സ്പീക്കറും ഒരു ഇതിപ്പോൾ എന്തൊക്കെയാണ്. വീട്ടിൽ ഇരുന്ന് ചാർജ് ചെയ്യാം, വീട്ടിൽ നിന്ന് ഓൺ ചെയ്യാം, വീട്ടിൽ നിന്ന് AC ചെയ്യാം. അതുപോലെ അലക്സ ഉപയോഗിച്ച് വണ്ടിക്കകത്ത് പാട്ട് കേൾക്കാം. എന്തൊക്കെ പരിപാടി നടക്കുന്നത്. അപ്പം പിടിവിട്ട പോക്കാം. ഒരു 10 വർഷം കഴിഞ്ഞ് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴത്തെ പ്രശ്നം എന്നെപ്പോലൊക്കെ ഉള്ള പ്രശ്നം നമ്മളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഒരു വണ്ടി ഓടിക്കുന്നു, എഞ്ചിനെ പറ്റി പറയുന്നു, നല്ല സീറ്റാന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഈ വലിയൊരു സാധനം ഇങ്ങനെ വെച്ചിരിക്കുക. ഇത് നോക്കി നമ്മൾ വല്ലതും പഠിച്ചോ? അപ്പോൾ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം നമ്മൾക്ക് എപ്പോഴും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ പറയും ചേട്ടാ ആ ഫീച്ചർ ഏട്ടാ കണ്ടില്ലെന്ന് ചോദിക്കും. അതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥകളുണ്ട് ഇപ്പം നമ്മളൊരു ഹൈ എൻഡ് വണ്ടികളുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫിഷ്യൻസിയൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാരും, അതായത് ഒരു 10-60-70% ആൾക്കാരെങ്കിലും മേടിക്കുന്നത് ഒരു ഒരു 10 ലക്ഷത്തിന് അകത്തുള്ള വണ്ടിയായിരിക്കും. ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി റേറ്റിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ സുരക്ഷാ സേഫ്റ്റിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതിൽ ഏറ്റവും പിന്നെ നിന്നിരുന്ന മാരുതിയാണ് സേഫ്റ്റിയുടെ കാര്യത്തിൽ. ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റുന്നത് മാരുതിയാണ്. പക്ഷേ മാരുതി ഇപ്പോൾ ഏറ്റവും പുതിയ വണ്ടികൾ വന്നപ്പോൾ, പുതിയ സ്വിഫ്റ്റ് വന്നപ്പോഴും അല്ലെങ്കിൽ ബ്രസ വന്നപ്പോഴൊക്കെ 5 സ്റ്റാർ റേറ്റിങ്ങിലേക്ക് പോയി. കാരണം അവർക്ക് മനസ്സിലായി ഇപ്പം മാരുതി പല കാര്യങ്ങളിലും പണ്ട് പിന്നില്ല. ഇപ്പം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ പിന്നില്ല. പക്ഷേ ഈ കിയയും ഹ്യുണ്ടായും പോലുള്ള കമ്പനികളൊക്കെ വന്നപ്പോൾ മാരുതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഇപ്പോൾ അവർ അപ്ഡേറ്റഡ് ആയി. അതുപോലെ മിനിങ്ങാന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് നിസാൻ മാഗ്നൈറ്റ് 5 സ്റ്റാർ കിട്ടി. ശരി. അത് ജനങ്ങളിപ്പോൾ ചോദിച്ചു തുടങ്ങി എത്ര സ്റ്റാർ ഉണ്ട് എന്ന് ചോദിച്ചു തുടങ്ങി. പിന്നെ ഭാരത് എൻക്യാപ്പ് ഇപ്പോൾ വന്നു, ക്രാഷ് ടെസ്റ്റ് വന്നു. അതിൽ നമുക്ക് നിർബന്ധമൊന്നുമില്ല പോയി ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കും ഇത് ഭാരത് എൻക്യാപ്പിൽ ടെസ്റ്റ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കുന്ന അവസ്ഥ കൊണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പം മിനിസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ചോദ്യം വരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധിതരാകും കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരുമാതിരിയൊക്കെ ഇപ്പം പിന്നെ 6 എയർ ബാഗ്സ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആകുന്നു. ABD ABS EBD സ്റ്റാൻഡേർഡ് അതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ അത്. പക്ഷേ നമ്മളുടെ ട്രാഫിക് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഈ അപകടം അധികം ഉണ്ടാകുന്നത്. പിന്നെ ഇനിയിപ്പോൾ ആയുസ് എത്തിയാൽ പിന്നെ എത്ര കാര്യമില്ല. അല്ല, നമ്മൾ ഈ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്കൊരു മനോഭാവം, ഹെൽമെറ്റ് ഞാൻ തന്നെ വെക്കണേ, പുറകിൽ എന്തിനാണ് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നത്, ഇപ്പോൾ ഫ്രണ്ടിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പോലീസ് വരുമ്പോൾ പിടിച്ചിടുന്നത്, അങ്ങനെ എന്തോ ഒരു സിവിക് ഇത് നമുക്കില്ലാത്തെന്താ? നമുക്ക് പണ്ടോട്ട് സിവിക് സെൻസ് ഇല്ലല്ലോ ഒരു കാര്യത്തിലും. ഏത് കാര്യത്തിലുള്ളത്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ സിവിക് സെൻസ് ഉണ്ടോ? ഇന്ത്യക്കാർ മലയാളിക്ക് ബിവറേജ് പോലും ക്യൂ തെറ്റിക്കുന്നില്ലേ? അതിലുണ്ടോ സിവിക് സെൻസ്? ഇല്ല. ഞാൻ പറയട്ടെ, ഞാനിപ്പം ഡെൻമാർക്കിൽ നാളെ പോയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ കൊച്ചു കുട്ടികളെ വണ്ടിയിൽ ഇത് ഇടാതിരുത്താൻ പാടില്ല. ചൈൽഡ് സീറ്റ് ഇല്ലാതെ. അവർ ചൈൽഡ് സീറ്റ് അന്ന് തലേ ദിവസം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ കണ്ട് പോയപ്പോൾ അവിടെ വെച്ച് മറന്നുപോയി. പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര കുട്ടിയെ എടുത്തില്ല അവർ കൂടെ. കാരണം എടുക്കില്ല അവർ. അത് മലയാളികളാണ് അവിടെ ചെന്ന് അവരിത് അനുസരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നമ്മൾ മലയാളികൾ പുറത്ത് അനുസരിക്കും. എന്നാൽ നമ്മളാണെങ്കിൽ വേണേൽ കൊച്ചിനെ ഒന്ന് ഒതുക്കി ഇരുത്തി പോകുമെന്ന് വിചാരിക്കില്ല. ഇത് അതുപോലും ഇല്ല. കാരണം നിയമം അത്ര ഇതാണ്. സ്കാൻ ചെയ്യും വണ്ടിക്കകം അവിടുത്തെ ക്യാമറ. അപ്പോൾ കൊച്ചിനെ സീറ്റ് ബെൽറ്റ് ഇല്ലാതിരിക്കുന്നുണ്ടോ ഫൈൻ അടിച്ച് ലൈസൻസ് പോകും. അപ്പോൾ അത്തരം നിയമങ്ങൾ ആണ് ഇവിടുത്തെ പ്രശ്നം. പിന്നെ എല്ലാവരും തമ്മിൽ പരസ്പരം ഈ ഈഗോ പ്രശ്നങ്ങളും പരസ്പര ബഹുമാനമില്ലായ്മ ഇതെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന റോഡിലാണ് നമ്മൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രാവിലെ ഇപ്പോൾ നമ്മൾ വെളിയിൽ അമേരിക്ക പോകുന്ന രാവിലെ ചുമ്മാ നടന്നു പോകുന്നതിന് നമ്മൾ കണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഇവിടെ അങ്ങനെ ഒരു പതിവുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ അതാണ് മുഹമ്മദ് തിരിച്ചു പോകും. അതുപോലെ തന്നെയാണ് റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യത്തിൽ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. കൊച്ചി നഗരത്തിൽ ഈ സീബ്ര ലൈനിൽ വണ്ടി നിർത്തി കൊടുക്കുന്നതിനൊരു തുടക്കമിട്ടാൽ ഞാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം ഞാനത് പണ്ട് എൻ്റെ ഫസ്റ്റ് വിദേശയാത്ര 2004 അന്ന് ശ്രീലങ്ക പോയിട്ട് തിരിച്ചു വന്ന് അന്ന് തൊട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അത് എനിക്ക് ജീവിതം വലിയ ശ്രീലങ്കയിൽ ഞാനെന്നൊക്കെ അന്ന് എഴുതിയിട്ടുണ്ട്. 16 കിലോമീറ്റർ ഉള്ളൂ ധനുഷ്കോടി. അവിടെ പോലും എന്ത് ഗംഭീരയുടെ ആ സെൻസ് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. പലരും എന്നെ ചീത്ത വിളിച്ചിട്ടൊക്കെ ഉണ്ട്.
നമ്മൾ കൊണ്ട് വണ്ടി ഇങ്ങനെ നിർത്തുമ്പോൾ ആൾക്കാർ ക്രോസ് വരുമ്പോൾ എന്തിനാന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്നത് അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പം അങ്ങനല്ല. ഇപ്പം കൊച്ചിയിൽ എല്ലാവരും നിർത്തി കൊടുക്കാൻ ഹെൽമെറ്റ് ഒക്കെ അതുകൊണ്ട് കൊച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അത് ഞാൻ അന്നോട്ടെ പിന്തുടരുന്നുണ്ട്. പലരും അത് ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ആൾക്കാർക്കും ഒരു പരിഗണന കൊടുക്കുന്നുണ്ടല്ലോ. സൈക്കിളൊന്നും ചവിട്ടി ഇവിടെ പോകാനേ പറ്റില്ലല്ലോ. അതായത് അത്തരം കാര്യങ്ങളെല്ലാം ഒരു സിവിക് സെൻസിൻ്റെ അഭാവം നമുക്കുണ്ട്. പൗരബോധം എന്ന് പറയുന്ന സാധനം ഇല്ലായ്മയുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു മെഡിക്കൽ സ്റ്റഡിയിൽ പറഞ്ഞത് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഉള്ള ബ്ലഡ് പ്രഷറല്ല ഒരു സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സ്റ്റഡീസിൽ പറയുന്നത് നമ്മളിപ്പോൾ തിരക്ക് ഉള്ള സമയത്തും തിരക്കില്ലാത്ത സമയത്ത് പോയാലും പ്രഷറിന് ഭയങ്കര വേരിയേഷൻ. നമുക്ക് തിരക്കാണ് ചെന്നെത്താൻ. ഈ ബ്ലോക്കിൽ എങ്ങനെയെങ്കിലും പെടാണ്ട് ചെന്നെത്താൻ അതിനൊന്നും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂലേ? ഒരു പരിഹാരമില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഈ കുഴികളും ഇതൊക്കെ നമുക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ എത്ര മണിക്കൂറാണ്? ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പോൾ 8 മണിക്കൂർ എടുത്ത് കൊച്ചിയിൽ നിന്ന്. 8 മണിക്കൂർ കോഴിക്കോടെത്താൻ. കാരണം മുഴുവൻ കുഴി, മഴ, ട്രാഫിക് സെൻസ് ഇല്ലാത്ത ആൾക്കാരും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നമുക്ക് 8 മണിക്കൂർ എടുത്തു. അതുകൊണ്ടാണ് ഈ വന്ദേ ഭാരതിൽ ടിക്കറ്റ് കിട്ടാത്തത്. ആരാ ഇപ്പോൾ കോഴിക്കോടും കണ്ടൊരു വണ്ടി ഓടിച്ചത്? പണ്ടൊക്കെ നമ്മൾ സ്ഥിരം വണ്ടി ഓടിച്ചല്ലേ പോകും. നമുക്ക് സഹിക്കാമല്ലോ. നമ്മുടെ പ്രഷറൊക്കെ കൂടി നമുക്ക് വല്ലാത്ത അവസ്ഥയും വിചാരിക്കുന്ന സമയത്ത് എത്തില്ല. ഇപ്പോൾ ഞാനെപ്പോഴും എല്ലാം എൻ്റെ പോലും പറയാം. നമ്മുടെ ഈ കുട്ടികളൊക്കെ പഠിക്കാനൊക്കെ വിദേശത്ത് പോയിട്ട് തിരിച്ചു വരാത്ത എന്തുകൊണ്ടാണ്? ശരിയാണ് ഇല്ലേ? എൻ്റെ മോള് അവൾ UK ഉണ്ട്. അവളൊക്കെ 15 മിനിറ്റ് കൊണ്ട് ട്രെയിനിൽ പോയിട്ട് വരും. എന്നുവെച്ചാൽ ട്രെയിൻ ഒരു സെക്കൻഡ് പോലും വൈകില്ലല്ലോ. നമുക്ക് അങ്ങനെ കൃത്യമായി പോയി കൃത്യമായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ശീലിച്ചിട്ട് കുട്ടികളും തിരിച്ചു വരില്ല. അവരൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് തേവര കോളേജിൽ അവൾ പോയി പഠിച്ചിരുന്നത് 3 മണിക്കൂറുണ്ടാണ് രാവിലെ ബസ്സിൽ. ഇല്ലേ? അതിനൊക്കെ ദൂരമാണ്. ഇപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അവൾ പോയിട്ട് വന്ന് വീട്ടിൽ തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു സിവിക് സെൻസ് ഇല്ലായ്മ എല്ലാം കുട്ടികൾ ഇങ്ങനെയൊക്കെയാണോ ലോകം എന്ന് മനസ്സിലാക്കുന്നത് വെളിയിൽ പോകുമ്പോഴാണ്. അപ്പോൾ അവർ തിരിച്ചു വരില്ല നാച്ചുറലി. അതിനകത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഏത് ഗവൺമെൻറ് എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ വരില്ലെന്ന് എനിക്ക് എന്നിട്ട് അറിയാം. ഞാൻ ഈ ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുമ്പോൾ എല്ലാ മലയാളി പിള്ളേരോട് സംസാരിക്കും. ഞാനിപ്പോൾ കാനഡ, US, UK, ഡെൻമാർക്ക് അങ്ങനെയുള്ള എല്ലായിടത്തും കോളേജിൽ പോയിട്ടുണ്ട്. ജോർജിയ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒറ്റ കുട്ടി ഞാൻ തിരിച്ച് നാട്ടിൽ വരുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവർ സിംഗായെന്ന് മാത്രമല്ല അവർ ജീവിതത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നപ്പോഴാണ്. ക്വാളിറ്റി ഉള്ള ജീവിതത്തിൻ്റെ അത് മനസ്സിലാക്കുന്നപ്പോഴാണ്. പിന്നെ ആരാ തിരിച്ചു വരുന്നത്? ഇപ്പോൾ നമുക്ക് പോലും അവിടെ പോയി കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോഴത്തേക്കും തിരിച്ചുവിടാമെന്ന് അറിയാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ വരെ വരുന്ന വണ്ടി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രീതി മനസ്സിലാകില്ലേ. പിന്നെ നമ്മുടെ റൂട്ടുകൾ വിട്ടു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നിൽക്കുന്നതല്ലേ. താങ്കൾ വാഹനം വിലയിരുത്തുന്ന ആളാണ്. റോട്ടിൽ കാറിൽ ഡ്രൈവ് നടത്തുന്ന ആളാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കൂടുതലും ഇപ്പോൾ മെട്രോ ഉണ്ട്, നമുക്ക് കൊച്ചിയിലാണെങ്കിൽ മെട്രോ ഉണ്ട്, അത് കൂടുതൽ ഉപയോഗിക്കാത്ത എന്താണ്? കണക്ടിവിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടായിരിക്കും ഒരു സ്ഥലത്ത് ഇറങ്ങി പോകാൻ. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള കണക്ടിവിറ്റി ആണ് എന്നെ പലപ്പോഴും പിന്തിരിപ്പിക്കുന്ന ഈ കാര്യത്തിൽ. അപ്പം നമ്മൾ നമ്മുടെ വണ്ടി തന്നെ പോകാം എന്ന് വിചാരിക്കുന്നത് അതുകൊണ്ടാണ്. അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അതുണ്ട്. ഇപ്പം നമ്മൾ പല രാജ്യങ്ങളിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ കുറച്ചുകൂടി ബ്രാഞ്ചസ് ഉണ്ട് ഈ മെട്രോയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെയും കയറി പോകാം. ഇപ്പം ഞാൻ ആദ്യ കാലത്തൊക്കെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ഇതില്ലായിരുന്നു, മെട്രോ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഒരു ബസ്സിൽ കയറിയിട്ട് ഒരു സ്റ്റേഷനിൽ വന്ന് അവിടെ നിന്നൊക്കെയാണ് പിന്നെ സിറ്റി. പക്ഷെ ഇപ്പോൾ എല്ലാം കണക്റ്റഡായി. ആ രീതി കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഇപ്പം എയർപോർട്ട് വരെ മെട്രോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തായ്ലൻഡിലേ പോകുള്ളൂ. അതില്ല നമ്മളിപ്പോൾ ആലുവ ചെന്നിറങ്ങി അവിടെ നിന്ന് ഒരു വണ്ടി പിടിച്ച് എയർപോർട്ടിൽ പോകണം. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. മുഴുവൻ വെൽ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കും. ഇപ്പം ഇൻഫോ പാർക്കിലേക്കുള്ളത് വന്നു കഴിയുമ്പോൾ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന പലരും അതിനെ ആശ്രയിച്ച് തുടങ്ങും. AC-ലൊക്കെ സുഖമായിട്ട് രാവിലെ പോകാം. ഇപ്പം എന്താ അവിടെയൊക്കെ ബ്ലോക്ക്. അങ്ങനെ ഇത് വ്യാപിച്ച് വരും. ഒരു ട്രെൻഡായിട്ട് ഒരു കൾച്ചറായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഭാവിയിൽ മാറും എന്ന് പ്രത്യാശിക്കാം. ശരി. AI ഉണ്ട്, പിന്നെ ഈ ഡ്രൈവർ ഇല്ലാത്ത ഇപ്പോൾ ടെസ്ല പോലത്തെ വാഹനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസിൽ കാണാറുണ്ട്. ഒരാൾ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നു, ഈ വണ്ടി കൊണ്ട് ടാക്സി അവിടെ കൊണ്ടാക്കുന്നു എന്നുള്ളത്. അങ്ങനൊരു സെറ്റപ്പ് നമ്മുടെ നാട്ടിൽ വരാൻ എത്ര വർഷം എടുക്കും? അങ്ങനെ വരികയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് വല്ലാത്തൊരു പറച്ചിലല്ലേ? അല്ല, വരില്ല. എങ്ങനെയാണ് ഞാൻ ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഞാനാണ് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ഡ്രൈവർലെസ് കാറിൻ്റെ റിവ്യൂ ചെയ്തത്. ഞാൻ US സാൻ ഫ്രാൻസിസ്കോയിൽ. അത് രാത്രിയിൽ ഈവൻ അമേരിക്ക പോലും എനിക്ക് പേടി തോന്നി. കാരണം വെച്ചാൽ ഞാൻ രാത്രിയിൽ ആപ്പിൽ വണ്ടി വിളിക്കുന്നു, ഒരു വണ്ടി ആരും ഇല്ല വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, നമ്മളതിൻ്റെ ബാക്കിൽ കയറിയിരിക്കുന്നു, ഫ്രണ്ട് ഗ്ലാസ് അടച്ചിരിക്കുക. അത് വണ്ടി പതുക്കെ അങ്ങ് വിട്ടു. ഫ്രണ്ട് ഗ്ലാസ് ഡ്രൈവറിൻ്റെ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ വട്ടം തിരിയുന്നു, നേരെ പോകുന്നു. അപ്പം സാൻ ഫ്രാൻസിസ്കോയിൽ ഏറ്റവും തിരക്കുള്ള ഒരു സ്ട്രീറ്റാണ്. പക്ഷേ രാത്രി 11 മണി കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഈ വണ്ടി ഇങ്ങനെ പോകുന്നു, അവിടുന്ന് ഒരു ഇറക്കം ഇങ്ങനെ മറ്റൊരു റോഡ് വരിക, ക്രോസ്, ഒരു T റോഡ്. ഇതിലേക്ക് ഇത് എത്തി എനിക്ക് ഞാൻ പേടിച്ചിരിക്കുന്നത്. കാരണം ഇതെങ്ങനെ നിർത്തിയില്ലെങ്കിൽ അവിടുന്ന് പടോടേന്ന് വണ്ടികൾ പോയിക്കൊണ്ട് ഇത് ഇടിച്ചു കയറൂലേ. ഇത് കറക്റ്റ് ആ റെഡ് ലൈറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നു. അതിനുശേഷം
പച്ച ലൈറ്റ് വരുമ്പോൾ വീണ്ടും പോകുന്നു ഇങ്ങനെ പല സ്ട്രീറ്റുകൾ ഇത് കറങ്ങി കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയാണ്. കാരണം നമ്മുടെ മനസ്സിൽ സൈഡിൽ നിന്ന് ഒരുത്തൻ ഇവിടെ വരുന്ന അങ്ങനെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും ഇപ്പോൾ അതിനൊരു ഏറ്റവും ഉദാഹരണം പറയാം. ഇവിടെ ഈ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അഡാസിൻ്റെ അതാണ് നമ്മൾ വിദേശത്തൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ സാധനം. കാരണം വെച്ചാൽ ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് വല്ലപ്പോഴും ഒരു ഒബ്സ്റ്റക്കിൾ വരുള്ളൂ. ഇവിടെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് കാരണം എത്ര അപകടം നടക്കുമെന്നറിയാം. കാരണം വണ്ടിക്ക് കൺഫ്യൂഷനാണ്. ഇത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പമ്പ് വരുന്നു, കുഴി വരുന്നു, അവിടെയൊക്കെ ചവിട്ടും. ഞാൻ ഈയിടെ വയനാട്ടിൽ പോയിട്ട് ഡോർക്കാരൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെയ്ത് വിളിച്ചു. കാരണം ഞാൻ അറിയുന്നില്ല വണ്ടി ഒരൊറ്റ ബ്രേക്കിങ്, പുറകിലൊരു ലോറി വന്നു ഇങ്ങനെ ഒരു ഇഞ്ച് അകലത്തിൽ വന്ന് ബ്രേക്ക് ചെയ്തിട്ട് എന്താ കണ്ണ് കാണുമ്പോൾ മറ്റവനെ മറിച്ച് എന്നെ ചെയ്ത് വിളിച്ചു. ഞാൻ അറിഞ്ഞിട്ടില്ല വണ്ടി ബ്രേക്ക് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഭയങ്കര അപകടമാണ്. അതൊക്കെ ശരിക്കും നല്ല ട്രാഫിക് ഡിസിപ്ലിനുള്ള സ്ഥലങ്ങളിലേ പറ്റൂ. സെയിം സാധനമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു 10 വർഷം മുമ്പ് ഞാൻ ചൈനയിൽ പോകുമ്പോൾ ഞാൻ ഷാങ്ഹായിൽ ഞാൻ താമസിച്ച ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ഞാൻ മുറ്റത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒരു ഓടി ചുമ്മാ ഇറങ്ങി പോകുന്നു, ഡ്രൈവറില്ലാതെ. ടെസ്റ്റ് നടക്കുക അവിടെ. പാർക്ക് അല്ല, വണ്ടി ഓടിപ്പോവാ, ഡ്രൈവർലെസ് ആയിട്ട്. അതിൻ്റെ ടെസ്റ്റിംഗ് നടക്കുന്ന ഒരു സമയമായിരുന്നു അത്. കുറേ 4 വണ്ടിയും പോയി. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, അന്തം വിട്ടുപോയി. പക്ഷേ ചൈനയിലും പറ്റും ഇത്. ചൈനയിൽ ജനസംഖ്യ കൂടുതലുണ്ടെങ്കിലും മര്യാദക്കാരായതുകൊണ്ട് ട്രാഫിക് സെൻസ് ഉള്ളതുകൊണ്ട് പറ്റും. ഇവിടെ ഒന്ന് ആലോചിച്ചു, ഒരു ഡ്രൈവർലെസ് കാർ രാവിലെ 9 മണിക്ക് ബൈപ്പാസിൽ ഇറങ്ങുന്ന സ്ഥിതി ആലോചിച്ച് നോക്കി. പോവില്ല, അവിടെ കിടക്കും. അല്ലെങ്കിൽ അപകടങ്ങളിൽ പെട്ടുകൊണ്ടേയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 25-30 വർഷത്തേക്ക് പോലും ഇന്ത്യയിൽ ഡ്രൈവർ ഈ ഫീച്ചർ ഇല്ലാണ്ടായിരിക്കും ടെസ്ല ഇറങ്ങുന്നത്. ടെസ്ല ഇപ്പോൾ വിദേശത്താണെങ്കിലും അമേരിക്ക പോയാലും അതിനകത്ത് 2 തരത്തിലുള്ള ഫീച്ചേഴ്സാണ്. ഒന്ന് നമുക്ക് ഫുള്ളി ഡ്രൈവർലെസ് ആകാം, അല്ലെങ്കിൽ കുറേ ഡ്രൈവർലെസ് ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. പക്ഷേ സ്റ്റിയറിംഗിൽ നമ്മൾ കൈ ഉണ്ടാകണം. അങ്ങനെ 2 തരത്തിലാണ്. അവിടെ ഇപ്പോൾ അധികം പേരും ഈ സ്റ്റിയറിംഗ് ജസ്റ്റ് കൈവയ്ക്കുന്ന ഫീച്ചറുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ US ഇപ്പം എനിക്ക് 1 മാസം മറ്റേ ആയുള്ളൂ ഡ്രൈവർലെസ് ടാക്സി കൃത്യമായി ഓടി തുടങ്ങി. ഞാനൊക്കെ ചെയ്യുമ്പോൾ അത് ടെസ്റ്റ് സമയമായിരുന്നു. അവിടെയൊക്കെ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റും എനിക്ക് തോന്നുന്നില്ല. തന്നെയല്ല നമ്മുടെ കാര്യത്തിൽ ആലോചിക്കുക. അനീഷ് ഈ പ്രായത്തിലുണ്ടെങ്കിൽ കണ്ട് ട്രാഫിക് സെൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്ത് ഇന്ത്യക്കാർക്ക്? സെൻസിൽ കുറയുകയാണ്. പിന്നെ അങ്ങനെ 25 വർഷം കഴിഞ്ഞ് ഇതിനേക്കാളും മോശമല്ലേ സ്ഥിതി? അല്ല, കുറച്ചുകൂടെ നമ്മുടെ അടുത്ത ജനറേഷൻ കുറച്ചുകൂടെ ഈ ജനറേഷൻ മോശം, സെൻസ് ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ. എവിടെയാണ് ഉള്ളത്? ബൈക്ക് ഓടിച്ചു പോകുന്ന പയ്യന്മാർക്ക് സെൻസ് ഉണ്ടോ? ഇല്ല. പുതുതായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് സെൻസ് ഉണ്ടോ? ഇല്ല. ആരെ ഇവരെ സെൻസ് പഠിപ്പിക്കുന്നത്? ശരി, നമ്മൾ തന്നെ പഠിപ്പിക്കണ്ട. ആരെ പഠിപ്പിക്കുന്നത്? ആരും പഠിപ്പിക്കാനില്ല. നമുക്ക് ലൈസൻസ് തരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമില്ലാത്ത കുറേ ചോദ്യം ചോദിച്ചൊരു ടെസ്റ്റ് നടത്തുന്നല്ലാതെ എന്തെങ്കിലും കൃത്യമായ ഒരു ടെസ്റ്റിലാണോ കൊടുക്കുന്നത്? അല്ല. പൗരബോധം വളർത്തണമെങ്കിൽ അത് സ്കൂളിൽ പഠിപ്പിക്കണം, അതുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഹൈവേ വരുന്നുണ്ടല്ലോ, ഹൈവേയിൽ ഹൈവേ ട്രാഫിക് എങ്ങനെയാണ് അറിയാമോ? അപ്പം ചിലരൊക്കെ പറയാൻ അറിയാം. ഞാൻ ദുബായി പോയപ്പോഴത്തേക്കും ലെഫ്റ്റിൽ കൂടെ സ്ലോയിൽ പോകുന്ന വണ്ടി പോകണം, റൈറ്റിൽ കൂടെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ അല്ലാത്ത വണ്ടി പോകണം. ചിലർ പറയുന്നില്ല, അറിയില്ല. അപ്പം ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത്. ഇപ്പം തന്നെ ഞാൻ പല വീഡിയോസും കണ്ടു. നമ്മുടെ 6 ലൈൻ ഹൈവേയിലൊക്കെ ഓപ്പോസിറ്റ് ബസ് ഓട്ടോ. ഇതാണ് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് ഒരു ഹൈവേയിൽ പെരുമാറേണ്ടത്, ഫാസ്റ്റ് ട്രാക്കിലൂടെ എങ്ങനെ പോകണം, ഓവർടേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോകണം, ഇതൊന്നും ഒരു ധാരണയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. MLAയുടെ വണ്ടി റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നു പാലക്കാട്. ഞാനത് മുഴുവൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കാണിച്ചു. MLAയുടെ വണ്ടിയാണ്. ഞാൻ ഹോൺ അടിച്ചൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് MLAയുടെ അവസ്ഥ. പിന്നെ ഇപ്പോൾ ആരെ കുറ്റം പറയുന്നത്? ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചോളം ഇപ്പോൾ ബ്രാൻഡിൻ്റെ പേര് പറയണ്ട, ഒരു പെർഫെക്റ്റ് കാർ എന്തായിരിക്കാം? പെർഫെക്റ്റ് കാർ എന്നുള്ളതെന്ന് വെച്ചാൽ പലതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം. അതിലിപ്പം സർവീസ് കോസ്റ്റോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റോ കുറവ് എന്നൊക്കെ നോക്കിയാൽ മാരുതി തന്നെയാണ്. റീസെയിൽ വാല്യൂ മാരുതിയാണ്. പക്ഷേ പലപ്പോഴും മാരുതിയുടെ കാര്യത്തിൽ നമുക്ക് ഈ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. ഹ്യുണ്ടായി മോശമല്ല, കിയ മോശമല്ല, പുതിയ MG മോട്ടോർ വന്നപ്പോൾ അവർ മോശമല്ല. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ചാൽ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് എന്ന് പറയുന്നത് പല മോഡലുകളും ഉണ്ട്. ഇപ്പം മാരുതിയുടെ തന്നെ ഏറ്റവും ഞാൻ പറയാം, ബ്രസയായാലും ഫ്രോങ്സ് ഇതെല്ലാം ഇപ്പം 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടി. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ടാറ്റയുടെ വണ്ടിയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ടാറ്റയുടെ വണ്ടികളുടെ സർവീസിൻ്റെ ഇഷ്യൂ എല്ലാവരും പറയുന്നുണ്ട്. വണ്ടികൾ മോശമൊന്നും അല്ലെങ്കിൽ സർവീസിൻ്റെ ഇഷ്യൂ. മഹീന്ദ്രയ്ക്കും പലപ്പോഴും ഈ സർവീസ് ഇഷ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനികൾ അത്തരം കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ പല റേഞ്ചിലുള്ള വണ്ടികളും ഒക്കെ വന്നു തുടങ്ങിയല്ലോ. ഇനിയിപ്പം റെനോ കിഡിൻ്റെ ഒക്കെ EV വരാൻ പോകുന്നു. അപ്പോൾ ചെറിയ സെഗ്മെൻറ്റിലെ കൂടുതൽ ആൾക്കാർ EV വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ മാറ്റം വരുന്നുണ്ട്. വലിയ മാറ്റം പ്രതീക്ഷിക്കാം. അത് ഈ പവർ ട്രെയിനിൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞു. ഇപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ആൾക്കാർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. മാരുതിയും ടൊയോട്ടയും കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം അപ്പോൾ അത് വില കൂടുതലാണെങ്കിലും ആൾക്കാർ എടുക്കുന്നുണ്ട്. കാരണം നല്ല മൈലേജ് ഉണ്ട്. EVകൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആൾക്കാർ പഠിച്ചു. EVകളായിരുന്നു നേരെ തലതിരിഞ്ഞാണല്ലോ. അതായത് സിറ്റിയിൽ മൈലേജ് കൂടും,
ഹൈവേ കുറയും. കുറയും. ഓ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് അതൊന്നും അറിയാതെ ആൾക്കാർ ഹൈവേയിലൊക്കെ കൊടുത്തിട്ട് ഈ പറഞ്ഞ റേഞ്ച് ഇല്ലെന്ന് പറയും. പക്ഷേ ഇപ്പം അതൊക്കെ ആൾക്കാർ തിരിച്ച് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. EV ഒക്കെ ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ചാണ്ടല്ലോ നല്ല റേഞ്ച് കിട്ടും. ഫുൾ അവർ പറയുന്ന റേഞ്ച് തന്നെ കിട്ടും. താങ്കൾ ആലോചിക്കാണ്ട് പറയുന്നതിന് അല്ലെങ്കിൽ പറയുന്ന കാര്യം കൃത്യമായി പറയുന്നതുകൊണ്ടും പ്രതികരിക്കുന്നതുകൊണ്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതെപ്പോഴെങ്കിലും മാനസികമായി ബാധിക്കാറുണ്ടോ? ഒന്നുമില്ല. ബാധിച്ചിട്ടില്ലേ? ഇല്ല. ഒട്ടുമില്ലെന്ന് പറയാം. എന്താ പറയുക, ഈ CPM-ൻ്റെ ഒക്കെ വലിയൊരു വിമർശകനാണ് ഞാനെന്നാണ് CPM-കാരൊക്കെ. ഞാൻ SFIയിൽ കൊടിയും പിടിച്ച് നടന്ന് ഒരു വർഷം എൻ്റെ പഠിത്തം പോലും കളഞ്ഞ മനുഷ്യനാണ്. ശരി. ഞാൻ എല്ലാവരും ഈ മലയാളി ജനിക്കുന്ന ബേസിക്കായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പിന്നെ മാറുന്നതാണോ? പിന്നെ മാറുന്ന അവരുടെ കയ്യിലിരിപ്പുകൊണ്ട് മാറുന്ന. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ വളരെ ആക്റ്റീവായിട്ട് രാഷ്ട്രീയം പറയുന്നത്? ഇപ്പം ഈ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്കെതിരെ പറയേണ്ടി വരുന്നത്. അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് വന്നാൽ എനിക്ക് കോൺഗ്രസിനെ കുറ്റം പറയാൻ ഒരുമില്ല. ഞാൻ ആരുടെയും ചിലവ് ജീവിക്കുന്ന ആളല്ല. തന്നെയല്ല, ഞാൻ വളരെ ശക്തമായ രാഷ്ട്രീയ ചിന്തകളുള്ള മനുഷ്യനുമാണ്. തന്നെ അതൊരു രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ലോകം അതുപോലെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് പുച്ഛം തോന്നും പല രാഷ്ട്രീയക്കാരോടും നമ്മുടെ ഇവിടുത്തെ ഒരു സെറ്റപ്പിനോടും. ശരിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങും കുറേ കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് CPM ആണെങ്കിലും എനിക്കൊരു പിന്നെ നായരെന്ന് പേരിട്ടുള്ളത് BJP ആണ് എല്ലാവരും കാര്യമില്ല. എനിക്ക് BJP ഇല്ല, ആരുമില്ല. എല്ലാ രാഷ്ട്രീയത്തിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അതുപോലെ ശത്രുക്കൾ ഉണ്ടാകാം. അപ്പം എപ്പോഴും ഭരണത്തിരിക്കുന്നവരാണ് കൂടുതൽ വിമർശിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM-നെ നമ്മൾ വിമർശിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസ് വരുമ്പോഴും റോഡിൽ കുഴി ഉണ്ട്. ഞാൻ പറയും, എനിക്ക് PD സതീശനായാലും രാഹുൽ ഗാന്ധി ആയാലും എനിക്ക് എല്ലാവരും ഒരുപോലെ. അത് പിണറായി വിജയനായാലും അങ്ങനെ അതിനകത്തുള്ള എനിക്ക് ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ എൻ്റെ ഒരു സാമൂഹ്യ ബോധം വെച്ച് ഞാൻ വിമർശിക്കുന്ന. എൻ്റെ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് യാതൊരു ആഭിമുഖ്യവും, ഒരു രാഷ്ട്രീയക്കാരനുമായിട്ടും അമിതമായ ബന്ധമൊന്നും എനിക്കില്ല. പിന്നെ ഈ വണ്ടി വാങ്ങിക്കുന്ന രാഷ്ട്രീയക്കാരടക്കം തലപ്പത്തുള്ളവരടക്കം എല്ലാ പാർട്ടിക്കാരും എന്നെ വിളിക്കുന്നു. CPM-ന്നും അതെ, CPM എന്നൊക്കെ എന്നെ വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അത് കളിയാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ CPM-കാർ വിളിക്കാറുണ്ട്, BJP-ന്ന്, കോൺഗ്രസിന്, എല്ലാവരും. അങ്ങനെ കാര്യം നമ്മൾ സിനിമാ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ബിസിനസ്സിൻ്റെ രംഗത്തായാലും ഒരുമാതിരിപ്പെട്ട എല്ലാവരും വണ്ടി വാങ്ങിക്കാൻ നേരത്ത് എങ്ങനെയെങ്കിലും പരിചയമില്ലെങ്കിലും നമ്മുടെ നമ്പർ സംഘടിപ്പിച്ച് വിളിച്ച് അഭിപ്രായം ചോദിക്കും. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും പിന്നെ കാണുമ്പോൾ അതേ വൈജു പറഞ്ഞിട്ട് എടുത്ത വണ്ടി കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക്. അടുത്തൊരു 5 വർഷം എന്ത് ചേഞ്ച് ആയിരിക്കും നമ്മുടെ ഇന്ത്യയിലൊരു ഓട്ടോമൊബൈൽ രംഗത്തുണ്ടാവുക? ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്ത്യയിലെന്നല്ല, 5 വർഷം കൊണ്ട് ലോകത്ത് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറയാം. നമുക്കൊരു പിടിയില്ല. ഇപ്പം ടൊയോട്ടയുടെ ഹൈഡ്രോജൻ സെൽ വണ്ടി മിറായി എന്ന് പറയുന്നത് നന്നായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ അതിന് 1 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി ചീപ്പായി കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രോജൻ വണ്ടി പോരാ നമുക്ക്. ഇപ്പോൾ അമോണിയ വണ്ടി അവർ തന്നെ കണ്ടുപിടിച്ചു. എനിക്കത് ടൊയോട്ടയാണ് EV അല്ല വേറെ എന്തോ ആണ് ഭാവി എന്ന് മനസ്സിലാക്കി പല പരീക്ഷകളും നടത്തിക്കൊണ്ടിരുന്നത്. മറ്റ് പല കമ്പനികളും പറഞ്ഞു കഴിഞ്ഞു 2030 ഇനി EV ഉള്ളൂ ഞങ്ങൾക്ക്. ഇപ്പോൾ വോൾവോ ഒക്കെ അങ്ങനെ പറഞ്ഞു. ടൊയോട്ട മാത്രം ഇതൊരു ആകാര്യത്തിൽ വേണ്ടിയിട്ടില്ല. അവരത്ര ശക്തമായ EVയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നുമില്ലെന്ന് തോന്നുന്നു. അവരാണ് ഇത്തരത്തിലുള്ള മറ്റ് ഫ്യൂവലുകളുടെ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. 5 വർഷം മുമ്പുള്ള സ്ഥിതിയല്ലല്ലോ ഇപ്പം. EVകൾ 5 വർഷം മുമ്പ് പലരും EVകളൊക്കെ വരും, അത്രയ്ക്കൊക്കെ വരും, നമ്മൾ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ EV ആയില്ലേ. എത്ര % ഇപ്പോൾ EVയാണ് വിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ വേറെ പ്രശ്നമാണ്, ഇപ്പം നമ്മുടെ രാജ്യത്ത് സിറ്റികളെക്കാട്ടും കൂടുതൽ ഗ്രാമങ്ങളാണല്ലോ. അതിലും വാഹനത്തിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് കൂടുതൽ. അവർക്കൊരു യാത്ര ചെയ്യാനൊരു സാധനം മാത്രം, അത് ഡീസൽ വണ്ടി അറിയാം, പെട്രോൾ വണ്ടി അറിയാം. ഇതിലേക്കൊക്കെ എങ്ങനെയാണ് EV ഒന്ന് പെനട്രേറ്റ് ചെയ്ത് കയറുക? മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ EV ഞാൻ EV വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എന്നെ കാണുമ്പോൾ നിങ്ങൾ EV എങ്ങനെയുണ്ട്, നിങ്ങളൊക്കെ വാങ്ങിച്ചെങ്കിൽ മോശമാകില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ശരി എന്തോ വലിയ പ്രശ്നമുള്ള സാധനമാണ് എന്ന് വിചാരിച്ചിരുന്നിട്ട് പലരും അങ്ങനെ അല്ല എന്ന്. പിന്നെ ഞാൻ പെട്രോൾ ഹെഡാണ്, എനിക്ക് EV പറ്റില്ല, എനിക്ക് പെട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ശബ്ദം സാധനം പറയുന്നില്ലേ. ഇവർ പലരും EV ഓടിച്ചു കഴിയുമ്പോഴത്തേക്കും കാര്യം ശബ്ദമില്ലെന്നുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ ഇത് നമുക്ക് ഒരു സിറ്റിയിലൊക്കെ തിരികെ ഇങ്ങനെ കയറി പോരുതോ. ഈ ഇൻഷ്യൽ ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ ശരിക്കും വളരെ സ്പോർട്ടീവാണ്. പിന്നെ ശബ്ദമില്ല, ശബ്ദമില്ലായ്മയ്ക്ക് വേണ്ടി നമുക്ക് നല്ല ലാഭം കിട്ടുന്നില്ല. ശബ്ദം ഉണ്ടെങ്കിൽ എന്താണെന്നുള്ള തോന്നലൊക്കെ പിന്നെ വരും. അപ്പം പലരും കൃത്യമായി കണക്കൂട്ടി ജീവിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് EV ഓടിച്ചാൽ. ഇങ്ങനെ ഞാൻ അന്ന് പെട്രോൾ അടിച്ചത് ഇത്ര രൂപയായിരുന്നു, ഇപ്പോൾ ഇതേ ഉള്ളൂ എന്നൊക്കെ ചിലരുടെ കണക്ക് പറയുമല്ലോ. പിന്നെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ബാറ്ററി ഇപ്പം മഹീന്ദ്ര ആയാലും MG എല്ലാവരും ലൈഫ് ടൈം വാറണ്ടി ആയില്ലേ. ഏറ്റവും വലിയ കൺസേൺ ഒഴിഞ്ഞില്ലേ. അപ്പോൾ പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് EVകൾ നന്നായിട്ട് തന്നെ പോകും മുന്നോട്ടും. ഇപ്പോൾ ഏത് വണ്ടി എടുത്താലും ഏത് വണ്ടി വാങ്ങിച്ചാലും നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഹോണാണ്. ഇമാതിരി ഹോൺ അടിക്കുന്ന ഒരു സ്ഥലം ഇല്ലെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്. എൻ്റെ അടുത്ത് ഞാനൊരു പ്രമുഖ നടൻ്റെ ഒപ്പം ഒരു ദിവസം കാറിൽ പോയപ്പം പുറകിൽ നിന്ന് വന്നും ഒരുത്തും ഭയങ്കര ഹോൺ അടിക്കും. എന്നിട്ട് ഇങ്ങനെ എന്നെ പറയുക, UK ഇങ്ങനെയൊന്നുമല്ല, UK ഹോൺ അമർത്തി അടിച്ചാൽ അച്ഛന് തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതിൻ്റെ തുല്യമാണെന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഹോണി ചവിട്ടിപ്പിടിച്ച് വണ്ടി ഓടിക്കുന്നത്?
നമ്മുടെ കാര്യത്തിൽ ഹോണിൻ്റെ കാര്യത്തിൽ ഭയങ്കര തമാശകളാണ്. ആണ് നമ്മളിപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കിയാണ് അതിൻ്റെ പേരിൽ. കാരണം ഞാൻ ട്രാഫിക് ലൈറ്റ് നിൽക്കുക റെഡ്, നമ്മൾ നോക്കി നിൽക്കുകയാണല്ലോ പച്ച കത്തി എടുക്കാൻ. ഇത് പച്ച കത്തുന്നതിന് മുമ്പ് പുറകെ കിടന്ന ഒരാൾ ഹോണടിക്കുക. എനിക്കങ്ങ് ദേഷ്യം, എനിക്ക് ഭയങ്കരമായിട്ട് കലി കയറി. ഞാൻ വണ്ടി അവിടെ നിർത്തി ഇറങ്ങി. എന്തായിട്ടാന്ന് ചോദിച്ചാൽ എനിക്കും കണ്ണ് കാണും ഇത് പച്ച കത്തുമ്പോൾ പോകാൻ. അല്ല നിങ്ങൾ എടുത്തില്ല, ഞാൻ എടുത്തില്ലെങ്കിലല്ലേ എന്തിനാ അടിക്കുന്നത് വെച്ചു. ഒരു 2 മിനിറ്റോടെ നിർത്തിയിട്ട് ഞാൻ പിന്നെ എടുത്തു പോയത്. അതാണ് എന്തിനാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം ഹോൺ അടിച്ച കാര്യം പറയാം. ജീവിതത്തിൽ ഇവിടെ അല്ല, വിദേശത്ത്. ഞാൻ തായ്ലൻഡിലാണ് ഫസ്റ്റ് വണ്ടി ഓടിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട് വിജയോയുടെ ഒരു ക്യാപ്റ്റീവ ഷെവർലെ ക്യാപ്റ്റീവ് ഓടിച്ചൊരു സ്ട്രീറ്റിൽ കൂടെ പോവാം. നമുക്കപ്പോൾ എപ്പോഴാണ് നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ വണ്ടി വരും, ഇവിടുന്ന് വണ്ടി വരും, നമ്മളിങ്ങനെ നോക്കിയാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങനെയൊന്നും വരികയല്ലെന്നുള്ളത് നമ്മൾ പിന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പയ്യൻ സൈക്കിളിൽ ഇങ്ങനെ വരുന്നപ്പോൾ എനിക്ക് തോന്നി ഇവൻ ചാടാനുള്ള സാധനം. ഞാൻ ഹോൺ അടിച്ചപ്പോൾ എൻ്റെ മുന്നിൽ 4-5 വണ്ടികളുണ്ട്. ഞാൻ ഈ ഒരു അത്യാവശ്യം നല്ലൊരു ഹോണായിരുന്നു. ഞാൻ പിന്നെ കാണുന്ന സീൻ പറയാം, മുന്നിൽ പോയി വണ്ടികളെല്ലാം ഒതുക്കുക നമുക്ക് പോകാൻ വേണ്ടി. കാരണം നമ്മളെന്തോ അത്യാവശ്യത്തിന് ഹോൺ അടിക്കുകയാണ്, നമുക്ക് കടന്നു പോകാൻ വേണ്ടി എന്നാണ്. വിജു പറഞ്ഞ് മിണ്ടണ്ട, ചവിട്ടി പിടിച്ച് വെക്കൂ. അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, എമർജൻസി ഹോൺ അടിച്ചാൽ വേഗം വിട്ടോളം പറഞ്ഞു. അപ്പം പോകുന്ന വഴിയെല്ലാം ആൾക്കാർ ഇങ്ങനെ നോക്കുക, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നുള്ള പറ്റി. നമ്മളാകെ ഈ പയ്യൻ ഒരിക്കലും സൈക്കിൾ അങ്ങനെ വരില്ല, അവനെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി നമുക്ക് മനസ്സിലായി ഇത് ഹോൺ അടി എന്ന് പറയുന്നത് അത്ര എമർജൻസി ഉള്ള കാര്യങ്ങൾക്കല്ലാതെ ആരും ഹോൺ അടിക്കുക. അല്ലെ പിന്നെ UK ഈ പറഞ്ഞ ഒരടിയുണ്ട്, അത് ചീത്ത കളിയാണ്. അവിടെ എങ്ങനെ വെച്ചല്ലേ ഞാൻ എപ്പോഴും UK മോഡലുകൊണ്ട് പോയി വണ്ടി ഓടിക്കണം. അപ്പം അവിടെ വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ബാക്കിൽ നിർത്തുമ്പോൾ ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നമ്മൾ കാണണം എന്നാണ്. അതിൽ കൂടുതൽ എൻ്റെ അടുത്ത് ഇറങ്ങി വന്നൊരു അമ്മച്ചി വഴക്ക് പറഞ്ഞു. ഞാൻ ലീഡ്സിൽ വെച്ച് ഞാൻ ഇങ്ങനെ ബാക്കിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അവരിറങ്ങിയിട്ട് യോഗോൻ്റെ കിസ്മേക്കാ നീ ചോദിച്ചു, ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, അങ്ങനെ വെച്ചിട്ട് പോയി. അതൊക്കെ ശരിക്കും പാഠങ്ങളാണ്, മുഖത്തടിച്ചു പോലെ ചോദിക്കും ഈ ട്രാഫിക് സെൻസ് ഇല്ലെങ്കിൽ. അവിടെ എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു മറ്റേ റൗണ്ട് അബൌട്ടിലൊക്കെ ഒന്ന് തെറ്റിച്ച് വരുമ്പോൾ പറയുന്ന ഒരു അടി അടിച്ചാൽ അത് ശരി ഇതാണ് ചീത്ത തന്നൊക്കെ വിളിയത്. അതൊക്കെയാണ് അവിടുത്തെ. പക്ഷേ ഇവിടെ ഒരു പരിധി വരെ അത് ഇല്ലാതെയും പറ്റിയല്ലോ കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ നമ്മളില്ലേ എവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ആരും ചാടി വരാൻ നമ്മൾ നമുക്കും ഒരു പേടി. നമ്മളും പിന്നെ മാക്സിമം കുറച്ച് കഴിക്കാം. ഞാനും നമ്മുടെ പീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്ട്രോങ് ആണ്. ഇപ്പോൾ പീറ്റ്സും റോട്ടറി ക്ലബ്ബും കൂടെ നമ്മൾ നോ ഹോൺ ഒരു ക്യാമ്പയിൻ തുടങ്ങി. ഞാൻ മാഗസിനും കൂടെ നമ്മൾ സ്റ്റിക്കറൊക്കെ അടിച്ച് എല്ലാ സ്റ്റിക്കർ പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുപക്ഷെ എല്ലാ വീട്ടിലും ഒരു വണ്ടിയുണ്ട്, 2 വീലർ അല്ലെങ്കിൽ 3 വീലർ അല്ലെങ്കിൽ ഇപ്പോൾ 4 വീലർ വണ്ടിയുണ്ട്. ശരിക്കും നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ റോഡിൽ വണ്ടി ഇറക്കേണ്ട സാധനം പഠിപ്പിക്കേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്, ഈ സിവിക് സെൻസ് പൗരബോധം എന്ന് പറഞ്ഞ് പണ്ടൊരു പാഠം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് കളഞ്ഞു. പൗരബോധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ റോഡിലുള്ള പൗരബോധം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും പൗരബോധം. ഇപ്പം ഒരു മൂത്ത ഒരാളെ കണ്ടാൽ എങ്ങനെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറയുന്ന തൊട്ട് ഒരു വണ്ടി റോഡിൽ എങ്ങനെ നമ്മൾ വണ്ടിയിൽ പെരുമാറണം എന്നുള്ള വരെകളെല്ലാം ഈ സിവിക് സെൻസ് വരുന്നതാണ്. അത് വളരെ സീരിയസ് ആയിട്ട് അത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. പോട്ടെ അവിടെ പഠിപ്പിച്ചില്ലെങ്കിലും ഈവൻ ലൈസൻസ് വരുമ്പം പഠിപ്പിക്കണ്ടേ? അതും ഇല്ലല്ലോ. പണ്ടത്തെ പോലെ എളുപ്പത്തിൽ കിട്ടില്ല എന്നേ ഉള്ളൂ. കാശ് കൊടുത്താൽ കിട്ടുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ റോഡിലേക്ക് പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു സെൻസ് ഇല്ലാതെയാണ് ഇവർ ഈ ലൈസൻസുമായിട്ട് ഇറങ്ങുന്നത്. വണ്ടി ഓടിക്കാൻ അറിയാം എന്നല്ലേ ഉള്ളൂ, അതല്ലല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത്തരം വലിയ ഒരു കരിക്കുലത്തിൽ അത് വരേണ്ട ഒരു വലിയ സംഭവം ഉണ്ട്. അത് ഈ പറഞ്ഞ നല്ല ബോധമുള്ളൊരു ഗതാഗത മന്ത്രി എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാറൊക്കെ ചിന്തിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അത്തരം ചിന്തകളൊക്കെ ഉള്ള ആളാണ്. അപ്പം നമ്മളിടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാറുണ്ട് ഈ ട്രാഫിക് കാര്യങ്ങളെപ്പറ്റി. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വിഷൻ എനിക്ക് തോന്നാറുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. അതൊക്കെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന കാലം ശരിക്കും കഴിഞ്ഞു അല്ലേ? ചിന്തിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഇപ്പോൾ ഇത്രയും വർഷത്തെ ഒരു കരിയർ, ഓട്ടോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കരിയർ, അല്ലാതെ ഓട്ടോമൊബൈൽ റിവ്യൂവർ ആയിട്ടുള്ള കരിയർ. ഈ ഒരു എനർജി ഇപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാണ്? ബോറടിക്കാതല്ല, ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അല്ല ശരിക്കും ഇപ്പം ഞാൻ 3 മാഗസിൻ്റെ വരെ ചീഫ് എഡിറ്റർ ആയിരുന്ന കാലമുണ്ട്. 3 മണിക്കൂർ 3 മാഗസിൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ദിവസം 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളായിരുന്നു. അതിൽ നിന്നൊക്കെ വരുമാനങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നു. പിന്നെ മാഗസിൻ എല്ലാം അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് യൂട്യൂബ് അല്ലേ, സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കല്ലേ. ഞാനൊരു ഒരാഴ്ച പനി പിടിച്ച് കിടന്നാൽ പോയില്ലേ ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് നിന്നേ പറ്റൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആരും നിർബന്ധിച്ച് ചെയ്യുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വണ്ടി ഓടിക്കുന്നു, 2 ട്രാവൽ ചെയ്യുന്നു, പിന്നെ വീഡിയോ എടുക്കുന്നു. ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ രാവിലെ ഒരു മടിയൊന്നുമില്ല അങ്ങനെ എഴുന്നേറ്റ് പോകാൻ. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എപ്പോഴും പറയട്ടെ, ഒരു മടിയില്ല രാവിലെ എഴുന്നേറ്റ്. ഞാൻ എപ്പോഴും രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. 6:30 ആകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ വണ്ടി ഡ്രൈവും ഷൂട്ടുമായിട്ട് ഇറങ്ങും. അത് അങ്ങനെയായി ശീലം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ
യാത്രകൾ ഇപ്പം കേരളത്തിന് വെളിയിലാണെങ്കിലും നമ്മൾ മീഡിയ ഡ്രൈവിനൊക്കെ പോകുമ്പോൾ അതൊരു യാത്രയും കൂടിയാണ്, അതിൻ്റെ രസമുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്വന്തം യാത്രകൾ നമ്മൾ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു, എല്ലാ രാജ്യങ്ങളിലേക്കും എപ്പോഴും യാത്രകളുണ്ട്. അതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് ജീവിതം, ബോറടിക്കൊന്നുമില്ല, അങ്ങനെ രസമാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പലപ്പോഴും പറയാം, നമ്മുടെ ഒരു ഹോബി നമ്മുടെ പ്രൊഫഷൻ ആകുന്നതിൻ്റെ സുഖമുണ്ട്. സാമ്പത്തികമായും മാനസികമായിട്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോൾ കൂടുതൽ മറ്റേ എല്ലാ സെൻസോടുകൂടി ആൾക്കാർ റോഡിലേക്ക് വണ്ടി ഇറക്കുന്നു, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.